മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ ലോകത്തെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് നയിക്കുകയാണ്. ഇറാൻ തീരത്തോട് ചേർന്ന US യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന സൂചന നൽകിയതോടെയാണ് സ്ഥിതി ഗുരുതരമായത്. ഏകദേശം 358 ടോമഹോക്ക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു വലിയ US യുദ്ധക്കപ്പൽ ഇറാനിലേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. US സമഗ്ര യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിലായി US നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധാഭ്യാസങ്ങളിലൊന്ന് നടക്കുകയാണ്. അത്യാധുനിക മാർഗനിർദ്ദേശ സംവിധാനങ്ങളുള്ള ടോമഹോക്ക് മിസൈലുകളാണ് ഇതിലെ പ്രധാന ആയുധം. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ, തന്ത്രപ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഇതെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് ഇറാനെതിരെ സ്വീകരിച്ച കടുത്ത നയത്തിന്റെ തുടർച്ചയായാണ് ഈ സൈനിക നീക്കം. US നീക്കത്തെ ഗൗരവപൂർവ്വം കാണുന്ന ഇറാൻ തങ്ങളുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഏതൊരു നടപടിക്കും ശക്തമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്നും ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളും ഉപയോഗിച്ച് US കപ്പലുകളെ നേരിടാൻ കഴിയുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകി. ഈ സംഘർഷം ആഗോള സാമ്പത്തിക രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കടലെടുക്കായ ഹോർമുസ് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി യാഥാർത്ഥ്യമായാൽ അന്താരാഷ്ട്ര വിപണികളിൽ എണ്ണവില കുത്തനെ ഉയരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. റഷ്യയും ചൈനയും ഈ സാഹചര്യത്തെ അതിജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ്. ഏകപക്ഷീയമായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമുണ്ടെങ്കിലും ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ഗൾഫ് മേഖല ഇപ്പോൾ ഒരു വെടിമരുന്ന് സംഭരണിയായി മാറിയിരിക്കുകയാണ്. ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യം. ചുരുക്കത്തിൽ ട്രംപിന്റെ അടുത്ത നീക്കവും ഇറാന്റെ പ്രതികരണവും ലോകം ഉറ്റുനോക്കുകയാണ്. നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റ് മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ സംഘർഷങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം.